ഹലോ! നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സാധാരണമായിട്ടുള്ളൊരു പച്ചക്കറിയും ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ഒന്നുകൂടിയാണ് ഉരുളക്കിഴങ്ങ്. വൈറ്റമിൻ സി, വൈറ്റമിൻ B6, പൊട്ടാസ്യം, നിയാസിൻ, ഫൈബർ, പ്രോട്ടീൻ, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ദിവസവും ഉരുളക്കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറും പൊട്ടാസ്യവും ശരീരത്തിന് ഭാരം കൂട്ടാതെ നോക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സന്ധിവാതം ശമിപ്പിക്കാനും ക്യാൻസർ തടയാനും വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാനും എന്നീ ഗുണങ്ങൾക്ക് ഉത്തമമാണ് ഉരുളക്കിഴങ്ങ്. ഇത് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും ഒന്നാമനാണ്. മുഖത്തുണ്ടാകുന്ന കറുത്ത മാർക്കുകൾ, കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് ഇതിനെയെല്ലാം കുറയ്ക്കാൻ ഉരുളക്കിഴങ്ങിൻ്റെ നീര് വളരെ നല്ലതാണ്. ഉരുളക്കിഴങ്ങിൻ്റെ നീരിൽ മുൾട്ടാണി മീട്ടി പൗഡർ ചേർത്ത് ആ മിക്സ് മുഖത്ത് പുരട്ടിയാൽ മുഖം ഗ്ലോ ചെയ്യാനും നിറം വർദ്ധിക്കാനും വളരെയധികം ഗുണം ചെയ്യും. ഇത് ആഴ്ചയിൽ 3-4 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് മുഖസൗന്ദര്യം കൂട്ടാൻ വളരെയധികം നല്ലതാണ്. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവിളയാണ് ഉരുളക്കിഴങ്ങ്. അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കൂടുതലായി അവർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ്. മറ്റു പ്രദേശങ്ങളിൽ അരിയുടെയും ഗോതമ്പിൻ്റെയും ഒക്കെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ശരീരപുഷ്ടിക്കും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നല്ല ഒരു വെജിറ്റബിളാണ് പൊട്ടറ്റോ. ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, വൊമിറ്റിംഗ് ടെൻഡൻസി, പുളിച്ചു തികട്ടൽ എന്നീ പ്രശ്നങ്ങളുള്ളവർ അധികമായി ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാതിരിക്കുന്നതാകും നല്ലത്. ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന കോളിൻ എന്ന രാസവസ്തു പേശികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ക്യാൻസറിന് കാരണമാകുന്ന അവസ്ഥകളെ നിയന്ത്രിക്കുന്ന ഫോളേറ്റ് എന്ന ഘടകവും ഉരുളക്കിഴങ്ങിൽ ഉണ്ട്. ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളും തൊലിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഘടകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിച്ചില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മുളയ്ക്കുകയും ഭക്ഷ്യയോഗ്യമല്ലാതാകുകയും ചെയ്യുന്നു. ഉരുളക്കിഴങ്ങ് പാകം ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പച്ച കളർ ഉണ്ടെങ്കിൽ പാകം ചെയ്യാൻ ഉപയോഗിക്കരുത്. കാരണം ഇതിനകത്ത് പച്ച കളർ ഉണ്ടാക്കുന്നത് 2 തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ ഇതിൽ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. സൊളാനിൻ, ചാക്കോനിൻ എന്നീ രാസവസ്തുക്കൾ. ഇവ നമ്മൾ പാകം ചെയ്ത് കഴിഞ്ഞാലും നശിച്ചു പോകില്ല. തൊലി ചെത്തിക്കളഞ്ഞാലും ഉരുളക്കിഴങ്ങിൽ നിന്ന് നശിച്ചു പോകില്ല. ഇത് നമ്മുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവിംഗ് സിസ്റ്റത്തിനും വയറിനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. തലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, തലവേദന ഉണ്ടാക്കാം, തലയ്ക്ക് പെരുപ്പ്, തലകറക്കം, കണ്ണിന് ചെറിയ മങ്ങൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. അതിനാൽ കഴിയുന്നത്ര കളർ ചേഞ്ച് ഉള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കരുത്. ഇങ്ങനെ വരാതിരിക്കാൻ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കഴിയുമ്പോൾ അധികം തണുപ്പോ അധികം ചൂടോ ഏൽക്കാതെ സൂക്ഷിക്കാനായി ശ്രമിക്കുക. ഇനി അഥവാ കളർ ചേഞ്ച് വന്നാൽ അത് എടുത്ത് കളയാനായി ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങിന് ഇനിയും ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ചെറിയ ചെറിയ ദോഷങ്ങളും ഉരുളക്കിഴങ്ങിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഗുണം നൽകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും എത്തിക്കണേ. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.